Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യയ്ക്ക് പിന്നാലെ 1.5 വയസ്സുകാരന്റെ മരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ജനറൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് തലച്ചോറിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ജനറൽ അനസ്തേഷ്യ നൽകിയുള്ള ശസ്ത്രക്രിയയുടെ ആവശ്യം ഇല്ലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യയ്ക്ക് പിന്നാലെ 1.5 വയസ്സുകാരന്റെ മരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ജനറൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് തലച്ചോറിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ജനറൽ അനസ്തേഷ്യ നൽകിയുള്ള ശസ്ത്രക്രിയയുടെ ആവശ്യം ഇല്ലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചുണ്ടിലും താടിയിലും പരിക്കേറ്റ 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗര്യയ്ക്ക് അനസ്തേഷ്യ നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. അനസ്തേഷ്യ നൽകി 10 മിനിറ്റിനകം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു. ഇതോടെയാണ് കുട്ടി ബോധരഹിതനായതും 5 ദിവസത്തിനു ശേഷം മരിച്ചതും. അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആശ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി എന്നിവരും അന്വേഷണ പരിധിയിലുണ്ട്. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 3 പേരും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജ്മെന്റിനെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ കണ്ണൂർ DMOയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ പയ്യന്നൂർ ഡിവൈഎസ്പി കത്ത് നൽകിയിരുന്നു. പോലീസ് ശേഖരിച്ച ചികിത്സാരേഖകൾ മെഡിക്കൽ ബോർഡിന് കൈമാറും. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് 1 മാസം. വൻ വിജയമാക്കി സ്ത്രീ യാത്രക്കാർ. വഴിമുട്ടി പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചിട്ട് ഇന്ന് 1 മാസം. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യ പ്രഖ്യാപനം വിജയകരം എന്ന് യാത്രക്കാരും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും പറഞ്ഞു. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയാവുകയാണ്. പദ്ധതി പ്രഖ്യാപനത്തിൽ പ്രതീക്ഷിച്ചതിൽ നിന്നും 30 കോടി രൂപ പ്രതിമാസം അധികം നൽകേണ്ടി വരുമെന്നത് സർക്കാരിന് മുന്നിലെ പ്രതിസന്ധിയാണ്. അതേസമയം പ്രിയദർശിനി പദ്ധതി വിജയിച്ചതോടെ ജീവിതം വഴിമുട്ടിയെന്ന് പറയുകയാണ് പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും. ദിവസജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഭൂരിഭാഗം പേരും കാത്തിരിക്കുന്നത് പ്രിയദർശിനിക്കായാണ്. കാലുകുത്താൻ സ്ഥലമില്ലാതെയാണ് ഓരോ ബസിന്റെയും യാത്ര. നഗരപരിധി കഴിഞ്ഞാൽ തിരക്ക് കൂടും. ഇരിക്കാൻ സീറ്റിലെന്ന് ചില പുരുഷന്മാർ പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആദ്യ 100 ദിവസങ്ങൾ സർക്കാരിന് പഠനത്തിനുള്ള സമയമാണ്. കഴിഞ്ഞ 30 ദിവസങ്ങളിലെ ലാഭനഷ്ട കണക്കും നിർണായകം. യാത്ര തുടങ്ങിയതിന്റെ പിറ്റേന്ന് മെയ് 16-ന് യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 11,80,000 ആയിരുന്നു. 2,46,00,000 രൂപ ടിക്കറ്റ് വരുമാനത്തിലൂടെ KSRTCക്ക് നഷ്ടം. മിനിമം ചാർജിൽ യാത്ര ചെയ്യുന്നവർക്ക് 6,000 രൂപയും മറ്റുള്ളവർക്ക് അതിൽ കൂടുതലും മാസവും ലാഭിക്കാനാകും. സിറ്റി ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ആനുകൂല്യമെത്തും. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസത്തിനുള്ളിൽ 60 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് സൗജന്യ യാത്ര തുടങ്ങുന്നതിനു മുൻപുള്ള കണക്ക്. എന്നാൽ ആദ്യ മാസം തന്നെ യാത്രക്കാരുടെ എണ്ണത്തിലെ വർധന കണക്കുകൂട്ടലുകൾ തെറ്റിക്കും. ശമ്പള പെൻഷൻ ഇനത്തിൽ സർക്കാർ കോർപ്പറേഷന് നൽകുന്ന 125 കോടിക്ക് പുറമെയാണ് ഈ കണക്ക്. എന്നാൽ ഇപ്പോഴും സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്യാൻസർ, കിഡ്നി, ഡയാലിസിസ് രോഗികൾക്കും ഒരു സഹായിക്കും സൗജന്യ യാത്രയൊരുക്കുകയാണ് ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലോടുന്ന ഡബിൾ ബെൽ ബസ്. ബസ് തൊഴിലാളികളുടെ കൂട്ടായ്മയായ ഈ ബസ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്.
കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്യാൻസർ, കിഡ്നി, ഡയാലിസിസ് രോഗികൾക്കും ഒരു സഹായിക്കും സൗജന്യ യാത്രയൊരുക്കുകയാണ് ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലോടുന്ന ഡബിൾ ബെൽ ബസ്. 2019 തുടങ്ങിയ ബസ് തൊഴിലാളികളുടെ കൂട്ടായ്മയായ ഈ ബസ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. 4 പഞ്ചായത്തുകളിലൂടെയും ഒരു മുനിസിപ്പാലിറ്റിയിലൂടെയും കടന്നു പോകുന്ന ഈ ബസ് മാസത്തിലൊരിക്കൽ ആവശ്യപ്പെട്ടാൽ സാന്ത്വനയാത്ര ഓടുവാനും വിട്ടുകൊടുക്കാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവർ സമൂഹത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത എത്രത്തോളമുണ്ടെന്ന് കാണിച്ചു തരുന്നു. 2019 തുടങ്ങിയ ഡബിൾ ബെൽ കൂട്ടായ്മ നമ്മൾക്ക് എന്ത് പുറത്തിലെ സഹോദരങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കമ്മിറ്റിക്കാർ ഒന്നടങ്കം സ്വീകരിച്ചപ്പോൾ, ഒന്നടങ്കം ചർച്ച ചെയ്തപ്പോൾ നമ്മൾക്കിത് ഡയാലിസിസ് ചെയ്യുന്നവർക്കും അവരെ കൂടെ പോകുന്ന ഒരു സഹോദരങ്ങൾക്ക് ഫ്രീ കൊടുക്കുക എന്ന് കമ്മിറ്റി പറയുമ്പോൾ മെമ്പർമാരിൽ ഇരു കൈകൊണ്ടത് സ്വീകരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. വളരെയധികം വിഷമം അനുസരിച്ച് നമ്മൾ വളരെയധികം പ്രയാസം അനുഭവിച്ച് പ്രയാസം ഏറ്റെടുത്ത് വർക്ക് ചെയ്ത തൊഴിലാളികളാണ് ഡബിൾ ബെൽ തൊഴിലാളികൾ. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ബസ് തൊഴിലാളികളാണ്. ഇതെല്ലാം ഈ ഒരു മലയോര മേഖലയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ബസ്സുകൾ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ കൂടിയും ആവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കർഷകക്ഷേമ വകുപ്പും ആത്മയും തൃക്കരിപ്പൂർ പഞ്ചായത്ത് കൃഷിഭവനും ചേർന്ന് പ്രകൃതി കൃഷി പദ്ധതിയിൽ കർഷകർക്ക് മാർഗനിർദ്ദേശങ്ങളും പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനവും നൽകി. കാർഷിക ഗവേഷണ കേന്ദ്രം റിട്ടയർഡ് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത ഇനം കൃഷികൾ ചെയ്യുന്ന കർഷകർക്ക് പ്രകൃതി കൃഷി പദ്ധതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല, ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ നെല്ല് ഉൾപ്പെടെയുള്ള കൃഷിയുടെ സന്ദർശനവും പരിശീലന ഭാഗമായി നടത്തി. കാർഷിക ഗവേഷണ കേന്ദ്രം റിട്ടയർഡ് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ പല ചക്ക പഴുത്ത് കഴിഞ്ഞാൽ പഴുത്താക്ക ചക്കേനെ കൊണ്ട്, അതായത് 6 മാസം ചക്കയും മാങ്ങും അതും പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നല്ലേ അതന്നെ. അത് ട്രഡീഷണൽ വേ ആണ്. അത് തള്ളിക്കളയേണ്ട സംഭവമല്ല, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ക്ലാസ് ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ യങ് ജനറേഷൻ കൂടെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. ഇപ്പൊ ഒരു യങ് യൂത്തിനും ഇവിടെ ഒക്കെ കഴിഞ്ഞാല് യഥാർത്ഥത്തില് ഒരു വീട്ടില് ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ അച്ചാച്ചനൊക്കെ ഉള്ള അവര് പറയുന്നത് കേൾക്കുക തന്നെ ഒരു വലിയ ക്ലാസ്സാണ്. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രജീന അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിഷാലക്ഷ്മി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി ശശിധരൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി ഉഷ, ആത്മ ബ്ലോക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക രംഗത്ത് നടത്തുന്ന പുതിയ ചുവടുവയ്പ്പിന് തുടക്കമായി. 365 ദിവസവും പച്ചക്കറി ഉൽപാദനമാണ് ലക്ഷ്യം. നടീലുദ്ഘാടനം കൃഷി ഓഫീസർ എ എൻ അനുഷ നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക രംഗത്ത് നടത്തുന്ന പുതിയ ചുവടുവയ്പ്പിന് തുടക്കമായി. ബാങ്കിന് കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബ്ബാണ് ബൃഹത്തും വിപുലവുമായ പച്ചക്കറി കൃഷി നടത്തുന്നത്. 365 ദിവസവും പച്ചക്കറി ഉൽപാദനമാണ് ലക്ഷ്യം. കൃത്യത രീതി അനുസരിച്ചാണ് കൃഷി നടത്തുക. പെരളം AKG വായനശാലയ്ക്ക് സമീപത്തുള്ള 1.5 ഏക്കറോളം വരുന്ന കുതിരിലാണ് കൃഷി ആരംഭിച്ചത്. എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യും. സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കൂടിയായ പാലത്തറയിലെ വി ശശിധരനാണ് കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. നടീലുദ്ഘാടനം കൃഷി ഓഫീസർ എ എൻ അനുഷ നിർവഹിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓടണം എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കൃഷി രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മുടെ കരുവള്ളൂരിലെ കർഷകർ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്ന നമ്മുടെ ഈ ഉദ്ഘാടനം. കാരണം കൃത്യത കൃഷി, കൃത്യമായ രീതിയിൽ എന്താണ് കൃത്യത കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ വളവും വെള്ളവും ആവശ്യാനുസരണം ഒരു ചെടിക്ക് എത്രത്തോളമാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം കൃഷിക്ക് നൽകുന്ന രീതി. അതുകൊണ്ട് തന്നെ വളവോ വെള്ളമോ ഒന്നും അവിടെ പാഴാകുന്നില്ല. ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം ശശിമോഹനൻ, കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, കെ ദിനേശൻ, മുരളീധരൻ കട്ടച്ചേരി, പി ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സോസ്ക ലൈഫ് സ്റ്റൈൽസ് പുതിയ ഷോറൂം പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ മാഗ്നം മാളിന്റെ 2ാം നിലയിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ ഫാഷൻ ബ്രാൻഡായ സോസ്ക ലൈഫ് സ്റ്റൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഷോറൂം പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ മാഗ്നം മാളിന്റെ 2ാം നിലയിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്.
ഷോറൂമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും റിബൺ കട്ടിങ്ങും നടന്നു. വേദ, ശ്രീകുട്ടി എന്നിവർ ചേർന്ന് റിബൺ കട്ട് ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി, AK ശ്രീജ, K ജയരാജ്, DK ഗോപിനാഥ്, KK ഫൽഗുനൻ, വിജയകുമാർ, നന്ദകുമാർ, അഭിരാജ്, അജയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി AK ശ്രീജയ്ക്ക് പ്രൊഡക്റ്റ് കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇമിറ്റേഷൻ ജ്വല്ലറി, ബാഗുകൾ, സാരികൾ എന്നിവയുടെ വൻ ശേഖരമാണ് സോസ്ക ലൈഫ് സ്റ്റൈൽസ് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖരും ഉപഭോക്താക്കളും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയ രുചിക്കൂട്ടുകളുമായി അച്ചാർ ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പാപ്പൂസ് അച്ചാർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ CDS ആണ് അച്ചാർ സംരംഭവുമായി എത്തിയിട്ടുള്ളത്. പുതിയ രുചിക്കൂട്ടുകളുമായി അച്ചാർ ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പാപ്പൂസ് അച്ചാർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ CDS ആണ് അച്ചാർ സംരംഭവുമായി എത്തിയിട്ടുള്ളത്. വടശ്ശേരി മുക്കിലാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ബീഫ് അച്ചാർ, തുണ്ടൻ ഉണക്കമീൻ അച്ചാർ, നാരങ്ങ കാന്താരി അച്ചാർ, നെല്ലിക്ക അച്ചാർ, നാരങ്ങ അച്ചാർ എന്നിങ്ങനെ പോകുന്നു അച്ചാറുകളുടെ വൈവിധ്യലോകം. ഓരോ സമയത്തും കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് അച്ചാറുകളുടെ ശ്രേണി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതിനൊരു പ്രത്യേകത ഏറ്റവും പരിശുദ്ധമായി തയ്യാറാക്കുന്നു. വേറെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്രിമത്വം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്നതല്ല. ചടങ്ങിൽ വാർഡ് മെമ്പർ ശ്രീലത P അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG ബിന്ദുമോൾ ആദ്യ വിൽപ്പന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജേഷ് K, കാങ്കോൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സിദിൻ, K പങ്കജാക്ഷൻ, PV കാഞ്ചന, മഞ്ജുഷ TP, അനിൽകുമാർ A, സിജി K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൂറ്റൻ LED വാളിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമി ഫൈനലിന്റെ തത്സമയ പ്രദർശനം ആസ്വാദകരിൽ ആവേശത്തിരയിളക്കമുണ്ടാക്കി. ചെറുവത്തൂർ EMS ഓഡിറ്റോറിയത്തിലാണ് സ്പാർക്കും ഗ്രാമപഞ്ചായത്തും ചേർന്ന് അർദ്ധരാത്രി കാൽപന്ത് കളി പ്രദർശനം ഒരുക്കിയത്. 20 അടി വലിപ്പത്തിലുള്ള LED വാളിന്റെ ദൃശ്യമികവിൽ ലോക ഫുട്ബോൾ മാമാങ്കം ആസ്വദിക്കാൻ 500-ൽ പരം പേർ ചെറുവത്തൂർ EMS സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ എത്തി. സ്പാർക്ക് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ലോകകപ്പ് തത്സമയ പ്രദർശനത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ്, സ്പെയിൻ എന്നീ ടീമുകൾ തമ്മിൽ നടന്ന ആദ്യ സെമി ഫൈനലാണ് തത്സമയ പ്രദർശനം നടത്തിയത്. കളി കാണാനെത്തിയവർക്ക് സംഘാടകർ ചുക്കുകാപ്പിയും നൽകി. തത്സമയ കളി പ്രദർശനത്തിനു മുമ്പ് കാണികൾക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചിരുന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ വീരമണി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ പ്രകാശ്, സജീവൻ വെങ്ങാട്ട്, T രാജൻ, മഹേഷ് മണിയറ എന്നിവർ പ്രസംഗിച്ചു. പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ CK അലി 1ാം സ്ഥാനം നേടി. VP ബലറാം 2ഉം P സൂരജ് 3ാം സ്ഥാനവും നേടി. ഡോക്ടർ KV രവീന്ദ്രൻ സമ്മാന വിതരണം നടത്തി.
ലൂസേഴ്സ് ഫൈനലും ഫൈനൽ മത്സരങ്ങളും തത്സമയം പ്രദർശിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 9:30 പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 1ാം സെമിഫൈനൽ ദിനത്തിലെ വിജയിയെ തിരഞ്ഞെടുത്തു. പയ്യന്നൂരിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി ശ്യാമാണ് വിജയി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിലെ 1ാം സെമിഫൈനൽ ദിനത്തിലെ വിജയിയെ തിരഞ്ഞെടുത്തു. പയ്യന്നൂരിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ ശ്യാമാണ് വിജയി. വിജയിക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. ജൂൺ 29 മുതലാണ് പ്രവചന മത്സരം ആരംഭിച്ചത്. വേൾഡ് കപ്പ് മത്സരം അവസാന ദിവസം വരെയും പ്രവചന മത്സരം തുടരും. പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവചനവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പ് രാത്രി 8 മണിക്ക് മുൻപായി പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡിൽ ഐ ഫൗണ്ടേഷന് എതിർവശത്തുള്ള കൃഷ്ണ ട്രേഡേഴ്സിലാണ് എത്തിക്കേണ്ടത്. വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനങ്ങൾ കൂടാതെ വേൾഡ് കപ്പ് ഫൈനൽ മത്സര വിജയികളെയും നേടുന്ന ഗോളും പ്രവചിക്കുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്കൃത പണ്ഡിതനും പൂരക്കളി പണിക്കരുമായ വലിയ പറമ്പിലെ KV പൊക്കൻ പണിക്കരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് മാതമംഗലം കുമാരൻ പണിക്കരെ തിരഞ്ഞെടുത്തു. ജൂലൈ 17 ഉച്ചകഴിഞ്ഞ് 2:30 കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. വലിയപറമ്പ് KV പൊക്കൻ പണിക്കരുടെ സ്മരണയ്ക്കായി KV പൊക്കൻ പണിക്കർ സ്മാരക സമിതിയും ഫോക്ലാൻഡ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫോക്ലോർ ആൻഡ് കൾച്ചറും ചേർന്നാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. 10,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. പൂരക്കളി, മറുത്തുകളി രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് മാതമംഗലം കുമാരൻ പണിക്കർക്ക് പുരസ്കാരം നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂരക്കളി, മറുത്തുകളി രംഗത്തെ മികവിന് പട്ടും വളയും വീരശൃംഖലയും നേടിയ പണിക്കർക്ക് ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചിരുന്നു. KV പൊക്കൻ പണിക്കർ അനുസ്മരണവും പുരസ്കാര വിതരണവും ജൂലൈ 17 ഉച്ചയ്ക്ക് 2:30 കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ചന്ദേര നാരായണൻ പണിക്കർ അധ്യക്ഷത വഹിക്കും. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞിരാമൻ എന്നിവർ മുഖ്യാതിഥികളാകും. കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് നെല്ലിക്കാതുരുത്തി കഴകം നീലമംഗലം ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം പൂരക്കളി അവതരിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ചന്ദേര നാരായണൻ പണിക്കർ, K സുരേഷ്, PP രാഘവൻ പണിക്കർ, രജീഷ് പണിക്കർ, മധു പണിക്കർ, രാകേഷ് പണിക്കർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജൂനിയർ റെഡ് ക്രോസ് JRC സ്കൂൾ മുറ്റത്ത് ഒരു തേന്മാവ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ M വിജിൻ MLA നിർവഹിച്ചു. ഇംഗ്ലണ്ട് ഫ്രാൻസ് കുറവാണല്ലോ. എന്തൊക്കെ അർജന്റീന തോക്കണം ആഗ്രഹിക്കുന്നവരാണല്ലോ കൂടുതൽ. പോർച്ചുഗലിൽ ആരാള്? പോർച്ചുഗലൊന്നല്ല, CR7 അല്ലേ? CR7 ഇന്നും വാശിയേറിയ സെമിഫൈനൽ മത്സരം നടത്തുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ പറയാൻ കാരണം ഇന്ന് ഇവിടെ 3 പേർക്കൂടെ അഭിനന്ദനം കൊടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാതല സബ് ജൂനിയർ സ്കൂൾ മുറ്റത്ത് ഒരു തേന്മാവ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും JRC വിദ്യാർത്ഥികളുടെ വീടുകളിലും മാവിൻ തൈകൾ വച്ചുപിടിപ്പിക്കും. 10,000-ലധികം മാവിൻ തൈകൾ ഒരു വർഷം നട്ടുപിടിപ്പിക്കും. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് മാവിൻ തൈ നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. മാടായി AEO സംഗീത KKP മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ബൂട്ടണിഞ്ഞ സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കണ്ണൂർ ജില്ലാ ടീമിനും കണ്ണൂർ ജില്ലാ ടീം അംഗങ്ങളായ നക്ഷത്ര അനിൽകുമാർ, ശിവാനി സജീവൻ, ശിഖ ഷാനിൻ,
1 മിനിറ്റ് 49 സെക്കൻഡിൽ 99 രാജ്യത്തിന്റെ ഫ്ളാഗ് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ IBR അച്ചീവറായ നവതേജ് കൃഷ്ണ MB എന്നിവരെ അനുമോദിച്ചു. M. സുരേന്ദ്രൻ, MD സുധീന്ദ്രൻ, ലിബിൻ അജയഘോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണെങ്കിലും അവഗണന നേരിടുന്ന ഒന്നാണ് മൈസൂർ വാഴ. മറ്റു വാഴപ്പഴങ്ങളെ അപേക്ഷിച്ച് ഗുണമേന്മയിലും രുചിയിലും ഹൃദ്യമായ മണത്താലും വ്യത്യസ്തമാണ് ഈ വാഴപ്പഴം. ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണെങ്കിലും അവഗണന നേരിടുന്ന ഒന്നാണ് മൈസൂർ വാഴ അഥവാ പാളയം കോടൻ വാഴ. മറ്റ് വാഴപ്പഴങ്ങളെ അപേക്ഷിച്ച് ഗുണമേന്മയിലും രുചിയാലും ഹൃദ്യമായ മണത്താലും അനുഗ്രഹീതമാണ് ഈ പഴം. ഒട്ടുമിക്ക ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണെന്ന പ്രത്യേകതയുമുണ്ട്. ഏറെ ഔഷധവീര്യമുള്ള ഒന്നാണിത്. ദഹന വ്യവസ്ഥയിലുള്ള തകരാർ പരിഹരിക്കാൻ മൈസൂർ പഴത്തിന് കഴിയും. മദ്യപാനാസക്തിയെ ഇല്ലാതാക്കാനും മൈസൂർ പഴത്തിന് കഴിയുമത്രേ. 37% സ്റ്റാർച്ചും 22% വരെ പഞ്ചസാരയും വിറ്റാമിൻ A, B, C, ഇരുമ്പ് തുടങ്ങിയവയൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഹൃദ്രോഗത്തിനും മൂത്രക്കല്ലിനും ഇത് പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വളമൊന്നും നൽകാതെ തന്നെ വളരുന്ന ഈ വാഴയെ കാർഷിക രംഗം സമൃദ്ധമാക്കാനും ഉപയോഗിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.